സമുദ്രജീവികളെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭീകരമായ രൂപമുള്ളതും ഭയാനകവുമായ ജീവികളെയാണ് സാധാരണ നമ്മൾ പെട്ടെന്നോർക്കുന്നത്. സമുദ്രം മുഴുവൻ അങ്ങനെയുള്ള വിചിത്രമായ ജീവികളാൽ നിറഞ്ഞതും തന്നെയാണ്. എന്നാൽ എല്ലാ ജീവികളും അങ്ങനെയല്ല. മനുഷ്യരോട് സൗഹൃദപരമായിട്ട് ഇടപഴകുന്ന ജീവികളും സമുദ്രത്തിലുണ്ട്. അത്തരം രസകരമായ ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് കാലങ്ങളായി മനുഷ്യരുമായിട്ട് വളരെയധികം സൗഹാർദ്ദപരമായ രീതിയിൽ സമ്പർക്കം പുലർത്തുന്ന ജീവികളാണ് സീ ലയൺസ്. പല സംസ്കാരങ്ങളിലും വരെ ഇവയെ മനുഷ്യരുടെ ഭാഗമാക്കിയിട്ടുണ്ട്. മനുഷ്യരെ ഉൾപ്പെടുത്താതെ നോക്കിയാൽ മറ്റു മൃഗങ്ങളിൽ വെച്ച് ഇവ വളരെയധികം ഇന്റലിജന്റ് ആയ ജീവികളാണ്. പലപ്പോഴും ഇവ മനുഷ്യരുടെ കൂടെ നീന്തുകയും കളിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. ഇവയെ ട്രെയിനിങ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ കാഴ്ചശക്തിയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങളിലെ നാവിക സൈന്യം അവരുടെ ചില ദൗത്യങ്ങൾക്ക് വേണ്ടി സീ ലയൺസിനെ ഉപയോഗിക്കാറുണ്ട്. മിലിറ്ററിയിലെ മുങ്ങൽ വിദഗ്ധരുടെ കൂടെ നീന്തുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ ചുമക്കുന്നത് സീ ലയൺസ് ആണ്. സംരക്ഷിക്കപ്പെടുന്ന മേഖലയിൽ അനധികൃതമായിട്ട് ആരെങ്കിലും നീന്തുന്നത് കണ്ടാൽ അവരെ പിടികൂടാനും സീ ലയണുകൾ സഹായിക്കും. നീന്തുന്നവർക്ക് വഴിതെറ്റിയാൽ അവരെ കൃത്യമായിട്ട് തീരത്തെത്തിക്കുകയും ചെയ്യും. കാഴ്ചശക്തി കൂടുതലുള്ളതുകൊണ്ട് ആഴക്കടലിൽ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാനും സീ ലയൺസ് വളരെ എഫിഷ്യന്റ് ആണ്. സീ ലയൺസിനെ മാത്രമല്ല ബെലൂഗ വെയിൽസ്, ഡോൾഫിൻസ്, സീൽസ് അങ്ങനെ പല ജീവികളെയും മിലിറ്ററി ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ അവ വെറും പാവത്താൻ മൃഗങ്ങളാണെന്ന് തോന്നും. എന്നാൽ ഈ പറഞ്ഞതെല്ലാം അവയുടെ ഒരു വശം മാത്രമാണ്. അവയെ കൃത്യമായിട്ട് പരിപാലിക്കുകയും അവയോട് സൗഹാർദ്ദപരമായിട്ട് പെരുമാറുകയും ചെയ്തില്ല എങ്കിൽ അവ വളരെ അക്രമാസക്തമായ സ്വഭാവം കാണിക്കും. അതുമാത്രമല്ല, പൊതുവെ സീ ലയൺസ് മനുഷ്യരെ ആക്രമിക്കാറില്ലെങ്കിലും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സീ ലയൺസും മനുഷ്യരുമായിട്ട് ഇടപഴകി ശീലമുള്ളവയല്ല. അത്തരം സീ ലയൺസിനെ വളരെ ജാഗ്രതയോടെ വേണം സമീപിക്കാൻ. ആർട്ടിക് സമുദ്രത്തിലും സമീപമുള്ള സമുദ്ര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരുതരം തിമിംഗലങ്ങളാണ് ബെലൂഗ വെയിൽസ്. ഇവ ഒരുപാട് പ്രത്യേകതകളുള്ള രസകരമായ ജീവികളാണ്. പെട്ടെന്ന് ഡോൾഫിൻസിനെ പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവ ഡോൾഫിൻ കുടുംബത്തിൽ പെടുന്നവ പോലുമല്ല. തിമിംഗല വർഗത്തിൽ മോണോഡോൺറ്റയുടെ കുടുംബത്തിലെ ജീവിയാണ് ബെലൂഗ. ഈ കുടുംബത്തിൽ ആകെ 2 ജീവികളേ ഉള്ളൂ, ബെലൂഗ വെയിൽസും നാർവാൽസും. ബെലൂഗയ്ക്ക് വെള്ള നിറമായിരിക്കും. ഡോൾഫിൻസിനുള്ളത് പോലത്തെ പിൻഭാഗത്തിലുള്ള മീൻ ചിറക് ബെലൂഗയ്ക്കില്ല. തലയിൽ വളരെ പഞ്ഞി പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനെ മെലൺ എന്നാണ് പറയുന്നത്. ഇത് പല്ലുകളുള്ള എല്ലാ തിമിംഗലങ്ങൾക്കുമുള്ള ഒരു അവയവമാണ്. പക്ഷേ ബെലൂഗകളുടേത് മാത്രമാണ് ഇത്രയും വലുതായിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഇതുപയോഗിച്ചാണ് അവർ പല തരത്തിലുമുള്ള ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നത്. അതുമാത്രമല്ല, എക്കോ ലൊക്കേഷൻ ചെയ്യാനും ഈ മെലൺ വളരെ ഉപയോഗപ്രദമാണ്. ആദ്യമായിട്ട് ബന്ധനത്തിൽ വളർത്താൻ തുടങ്ങിയ തിമിംഗലങ്ങൾ ബെലൂഗകളാണ്. ഏകദേശം 2 നൂറ്റാണ്ടുകളായിട്ട് ബെലൂഗകളെ ബന്ധനത്തിൽ വളർത്തുന്നുണ്ട്. ഇന്നും ഭൂരിഭാഗം പാർക്കുകളിലും മറ്റ് തിമിംഗലങ്ങളെക്കാൾ കൂടുതൽ വളർത്തുന്നത് ബെലൂഗകളെയാണ്. കാരണം മറ്റു വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവയുടെ വലിപ്പവും കുറവാണ്. അവയെ വളർത്താൻ താരതമ്യേന വളരെ എളുപ്പവുമാണ്. മനുഷ്യരുമായിട്ട് സമ്പർക്കം പുലർത്താൻ വളരെയേറെ ജിജ്ഞാസയുള്ള ജീവികളാണ് ബെലൂഗകൾ. മനുഷ്യർക്ക് മുഖഭാവം മാറ്റാൻ കഴിയുന്നത് പോലെ ഇവയുടെ വലിയ മെലന്റെ ആകൃതി മാറ്റി ഇവയ്ക്കും മുഖഭാവം മാറ്റാനുള്ള കഴിവുണ്ട്. അത് കാണുമ്പോൾ അത്യധികം മനോഹരമായിട്ട് തോന്നും. അമിതമായ ബന്ധനം കാരണം ഇന്ന് പല രാജ്യങ്ങളിലും ബെലൂഗകളെ പിടിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ബെലൂഗകളുടെ വിലയും വർദ്ധിച്ചു. ഇന്ന് ഒരു ബെലൂഗയ്ക്ക് കോടികൾ വരെ വിലയുണ്ട്. എന്തായാലും ഇവ ജീവിക്കുന്നതിന് സമീപത്ത് മനുഷ്യരാരെങ്കിലും പോവുകയാണെങ്കിൽ ആഹാരം പോലും കഴിക്കാതെ ഇത് മനുഷ്യരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയ ജീവികളാണ് ബെലൂഗ വെയിൽസ്. 46 അടി വരെ നീളവും 19,000 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കാൻ കഴിയുന്ന ഒരുതരം ഭീമൻ ജീവികളാണ് വെയിൽ ഷാർക്സ്. എന്നുവെച്ചാൽ ഒരു ശരാശരി ഏഷ്യൻ ആനയുടെ 5 മടങ്ങ് ഭാരമുണ്ട് ഒരു വലിയ വെയിൽ ഷാർക്കിന്. ഈ ജീവി തന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മീൻ വർഗം. പേരിന്റെ കൂടെ ഒരു വെയിൽ ഉണ്ടെന്നേയുള്ളൂ. എന്നാൽ ഇവ തിമിംഗലവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവയാണ്. പകരം ഇവ ശരിക്കും സ്രാവുകളാണ്. ധ്രുവപ്രദേശങ്ങൾക്ക് സമീപമൊഴികെ ഇവയെ ലോകത്തിന്റെ ബാക്കി എല്ലാ സമുദ്രങ്ങളിലും കാണാൻ പറ്റും.
ഇതിന്റെ വായ്ക്ക് മാത്രം തന്നെ 5 അടി നീളമുണ്ടായിരിക്കും. വായ്ക്കുള്ളിൽ 3000-ഓളം പല്ലുകളുമുണ്ട്. ഇത്രയും ഭീകരമായ ഒരു ജീവിയെ കണ്ടാൽ എത്രയും പെട്ടെന്ന് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്നായിരിക്കും ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ജീവിയാണെങ്കിലും ഇവ വളരെ വളരെ ശാന്തരായ ജീവികളാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് വെയിൽ ഷാർക്കുകൾക്ക് അത്ര എളുപ്പമല്ല. പ്രധാന കാരണം വായ്ക്കുള്ളിൽ 3000 പല്ലുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഏതാനും ചില മില്ലിമീറ്റേഴ്സ് മാത്രം നീളമുള്ള കുഞ്ഞു പല്ലുകളാണ്. അതുപയോഗിച്ച് കടിച്ചു കീറാനൊന്നും സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഈ പല്ലുകൾ അവയ്ക്ക് യാതൊരു ഉപയോഗവും ഇല്ലാത്തവയാണ്. ചെകിളകൾ ഉപയോഗിച്ച് ക്രിൽസും പ്ലാങ്ടണും ഒക്കെ പോലെയുള്ള കുഞ്ഞു ജീവികളെ ഫിൽറ്റർ ചെയ്ത് പിടിച്ചാണ് വെയിൽ ഷാർക്കുകൾ ആഹാരം കഴിക്കുന്നത്. ചിലപ്പോൾ തീരെ കുഞ്ഞു മത്സ്യങ്ങളെയും ആഹാരമാക്കും. ഇങ്ങനെ സ്ഥിരം ഭക്ഷിക്കുന്ന ആഹാരമല്ലാതെ മറ്റെന്ത് കിട്ടിയാലും അവ കഴിക്കില്ല. അബദ്ധത്തിൽ അതിന്റെ വായിൽ എന്തെങ്കിലും പോയാൽ തന്നെ ഉടനെ അത് തുപ്പിക്കളയും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്കിത് യാതൊരു തരത്തിലും ഹാനികരമായ ജീവിയല്ല. ഇത് വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിന്റെ കൂടെ നീന്താൻ കഴിയും. അങ്ങനെ കൂടെ നീന്തിയാലും വെയിൽ ഷാർക്കിന് യാതൊരു കുഴപ്പവുമില്ല. ഇത്രയും പാവമായതുകൊണ്ട് ബ്ലൂ വെയിൽസിനെ പോലെയുള്ള ബലീൻ തിമിംഗലങ്ങളെ വിളിക്കുന്നത് പോലെ വെയിൽ ഷാർക്കുകളെയും ജെന്റിൽ ജെയിൻസ് എന്നാണ് വിളിക്കുന്നത്. ചതുപ്പുകളിലും നദികളിലും തീരപ്രദേശങ്ങളിലും അഴിമുഖങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന ഒരുതരം വലിയ ജീവികളാണ് സീ കൗസ്. സിറേനിയ എന്നാണ് ഇവയുടെ ശരിക്കുമുള്ള പേര്. 13 അടിയിൽ കൂടുതൽ നീളവും 1500 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും വലിയ സിറേനിയകൾക്ക്. പ്രത്യക്ഷത്തിൽ സീ ലയൺസിനെ പോലെ തോന്നുമെങ്കിലും ഇവയ്ക്ക് സീ ലയൺസിനെ പോലെ ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിയില്ല. ഇവ പൂർണ്ണമായും ജലത്തിൽ ജീവിക്കുന്നവയാണ് എന്ന് കരുതി എപ്പോഴും വെള്ളത്തിനടിയിലായിരിക്കാൻ കഴിയില്ല. ഇതൊരു സസ്തനിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസമെടുക്കാൻ മുകളിലേക്ക് വരേണ്ടതുണ്ട്. സസ്യജാലങ്ങളാണ് ഇവയുടെ പ്രധാന ആഹാരം. പിന്നെ ആൽഗകളെയും ഭക്ഷിക്കാറുണ്ട്. ഈ സമാധാനപരമായ ജീവികൾക്ക് മനുഷ്യരുടെ അടുത്തു വരാനും മനുഷ്യരുടെ കൂടെ സമ്പർക്കം പുലർത്താനുമൊക്കെ വളരെ കൗതുകമാണ്. ഇന്നത്തെ സിറേനിയകളേക്കാൾ വളരെ വലിയൊരു വർഗം സിറേനിയകൾ പണ്ടുണ്ടായിരുന്നു. സ്റ്റെല്ലാർഡ് സീ കൗസ് എന്നാണ് അവയുടെ പേര്. 30 അടി വരെ നീളവും 10000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും ഉണ്ടായിരുന്നു ഈ ഭീമൻ സിറേനിയകൾക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ 18-ാം നൂറ്റാണ്ടിന്റെ പകുതി കഴിഞ്ഞപ്പോഴേക്കും ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു പോയി. പസഫിക് മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഒരുതരം തിമിംഗലങ്ങളാണ് ഗ്രേ വെയിൽസ്. ഇവ വലിയ ഗംഭീരമായ ജീവികളാണ്. 50 അടി വരെ നീളവും 40,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും വയ്ക്കാൻ കഴിയുന്ന ബൃഹത്തായ ജീവികൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന സസ്തനികൾ ഈ ഗ്രേ വെയിൽസ് ആണ്. 16,000 കിലോമീറ്റേഴ്സ് ദൂരം വരെ ഇവ ഒരു തവണ യാത്ര ചെയ്യും. ഇങ്ങനെ ഗ്രേ വെയിൽസ് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്തിൽ 10,000-കണക്കിന് തിമിംഗലങ്ങൾ ഒരുമിച്ച് പോകുന്ന കൗതുകകരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ആള് വെറും പാവമാണ്. മനുഷ്യരോട് വളരെയധികം സൗഹൃദം പുലർത്തുന്ന ജീവികളാണ് ഗ്രേ വെയിൽസ്. ബോട്ടുകളൊക്കെ പോകുന്നത് കണ്ടാൽ അതിനു സമീപത്ത് വരും. ചില സമയങ്ങളിൽ തന്റെ കുഞ്ഞു കൂടെയുണ്ടെങ്കിൽ പോലും ഒരു ഭയവും കൂടാതെ മനുഷ്യരുടെ അടുത്ത് വരാറുണ്ട്. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയ ജീവികളാണ് ഗ്രേ വെയിൽസ്. പക്ഷേ അതൊരു തരത്തിൽ അവയ്ക്ക് വലിയൊരു പ്രശ്നമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തെന്നാൽ ഇത്രയും സൗഹാർദ്ദപരമായ ജീവികളായതുകൊണ്ട് എളുപ്പത്തിൽ അവയെ വേട്ടയാടാൻ പണ്ടത്തെ മനുഷ്യർക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷന്റെ സംരക്ഷണത്തിലാണ് ഗ്രേ വെയിൽസ്. എന്നിട്ടും ഇന്നും ഇത് അനധികൃതമായിട്ട് വേട്ടയാടപ്പെടാറുണ്ട്. വളരെ ആകർഷകരമായ ഒരു ജീവിയാണ് മാൻറ്റാ റേ. ഇന്ന് ലോകത്തിലുള്ള സകല മീനുകളിലും വെച്ച് ശരീരത്തിന്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ തലച്ചോറുള്ളത് മാൻറ്റാ റേസിനാണ്. അതിനാൽ തന്നെ ഇവ വളരെയധികം ബുദ്ധി കൂടിയ ജീവികളാണ്. സ്വന്തം രൂപം കണ്ണാടിയിൽ കണ്ടാൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് മാൻറ്റാ റേസിനുണ്ട്. മറ്റ് റേസിനെ പോലെ, ഉദാഹരണത്തിന് ഇലക്ട്രിക് റേസിനെ പോലെ ഷോക്ക് അടിപ്പിക്കാനോ അല്ലെങ്കിൽ സ്റ്റിംഗ് റേസിനെ പോലെ വിഷം കുത്താനോ ഒന്നും തന്നെ മാൻറ്റാ റേസിനു കഴിയില്ല. ചുരുക്കത്തിൽ വെറും ഒരു നിരുപദ്രവകാരിയാണ് മാൻറ്റാ റേ.
മനുഷ്യരെ കണ്ടാൽ ഇത് വളരെ സമീപത്ത് വരികയും മനുഷ്യരെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഒരിക്കലും ഇതിനെ തൊടാൻ പാടില്ല. കാരണം ഇതിന്റെ ശരീരത്തിൽ ഒരുതരം പശ പോലത്തെ കോട്ടിംഗ് ഉണ്ട്. ബാക്ടീരിയകളിൽ നിന്നും അവയ്ക്ക് സംരക്ഷണം നൽകുന്നത് ഈ കോട്ടിംഗ് ആണ്. നമ്മൾ ഇതിനെ തൊട്ടുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഓയിൽസ് കാരണം മാൻറ്റാ റേയുടെ ഈ കോട്ടിംഗ് നശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നശിച്ചാൽ അത് അവയുടെ ആരോഗ്യത്തിനെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ കടലാമകൾ നമ്മുടെ സമുദ്രങ്ങളിലുണ്ട്. ഇന്ന് 7 തരം കടലാമകളെ സമുദ്രങ്ങളിൽ കാണാം. ഈ 7 തരങ്ങളും ഇന്ന് യഥാർത്ഥത്തിൽ വംശനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 3 എണ്ണം വംശനാശത്തിന്റെ വക്കിലുമെത്തി. അതിന്റെ കാരണം നിങ്ങൾ ഊഹിച്ചു കാണും, പതിവ് പോലെ മനുഷ്യൻ തന്നെയാണ്. എന്തായാലും കടലാമകൾ മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇടപഴകുന്ന ജീവികളാണ്. ലെതർ ബാക്ക് എന്ന തരമാണ് ഏറ്റവും വലിയ കടലാമകൾ. ശരാശരി 6 അടി വരെ നീളവും 500 കിലോഗ്രാം വരെ ഭാരവുമുള്ള ഭീമൻ ജീവികളാണ് ലെതർ ബാക്ക് കടലാമകൾ. എന്നാൽ ഏറ്റവും വലിയ ലെതർ ബാക്കിന് 916 കിലോഗ്രാം ഭാരവും ഏകദേശം 10 അടിയോളം നീളവും ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ശരാശരി ലെതർ ബാക്ക് പോലും വലിയൊരു മനുഷ്യനേക്കാൾ വളരെ വലുതാണ്. കൂടുതലും സസ്യജാലങ്ങളെയും കുഞ്ഞു സമുദ്രജീവികളെയുമാണ് പൊതുവെ ഇവ ആഹാരമാക്കുന്നത്. ആഹാരമാക്കുന്ന സമുദ്രജീവികളിൽ നല്ലൊരു ശതമാനവും ജെല്ലി ഫിഷുകളാണ്. ഇവ പൊതുവെ മനുഷ്യരുടെ സാന്നിധ്യം ഒരു പ്രശ്നമായിട്ട് പരിഗണിക്കാറില്ല. ചിലപ്പോൾ ഇവ മനുഷ്യരുടെ വളരെ അടുത്ത് വരികയും നീന്തുകയും ചെയ്യും. വളരെ ഭീമാകാരമായ ഒരു മീൻ വർഗമാണ് സൺഫിഷ്. ശരാശരി 1000 കിലോഗ്രാം ഭാരവും 2 മീറ്റേഴ്സ് വരെ നീളവുമുള്ള വലിയ മീനുകളാണ് സൺഫിഷുകൾ. അതായത് ഒരു ശരാശരി മനുഷ്യനേക്കാൾ വലിപ്പമുള്ളവ. എന്നാൽ ഏറ്റവും വലിയ സൺഫിഷിന് ഏകദേശം 3.5 മീറ്റേഴ്സോളം നീളവും 2300 കിലോഗ്രാമോളം ഭാരവും ഉണ്ടായിരുന്നു. പ്രധാനമായും ചെറിയ മീനുകളെയും ജെല്ലി ഫിഷുകളെയുമാണ് സൺഫിഷുകൾ ആഹാരമാക്കുന്നത്. കശേരുകളായ ജീവികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്നത് സൺഫിഷുകളാണ്. ഒരൊറ്റ തവണ തന്നെ ഒരു പെൺ സൺഫിഷ് 30 കോടി മുട്ടകൾ വരെ ഇടും. പൂർണ്ണ വളർച്ചയെത്തിയ സൺഫിഷുകൾക്ക് ഷാർക്സ്, സീ ലയൺസ്, കില്ലർ വെയിൽസ് അങ്ങനെ ചുരുക്കം ചില പ്രെഡറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യർക്കിവ വളരെ സൗമ്യമായ ജീവികളാണ്. ഇത് ചില സമയങ്ങളിൽ വെള്ളത്തിൽ നിന്നും കുതിച്ചു ചാടാറുണ്ട്. അങ്ങനെ ചാടുന്നതിനിടയിൽ ചിലപ്പോൾ ബോട്ടിൽ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു സൺഫിഷ് കുതിച്ചു ചാടിയപ്പോൾ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ മേലാണ് വന്ന് വീണത്. ഇങ്ങനെയുള്ള യാദർച്ഛികമായ അപകടങ്ങളല്ലാതെ ഇതൊരിക്കലും മനഃപൂർവ്വം ഉപദ്രവിക്കുകയില്ല. ഇതിലേത് ജീവിയാണ് ഏറ്റവും കൂടുതൽ കൗതുകകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.